ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ എൻ്റെ കൂട്ടുകാരി ചേച്ചി, എൻ്റെ ബീനാദേവി ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഭയങ്കര സങ്കടമായിട്ട് ചേച്ചി വിളിച്ചതാട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ എല്ലാ മാസവും കോളേജിൽ ചെക്കപ്പിന് എല്ലാ മാസവും പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് കണ്ടുമുട്ടാറ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മാസവും ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പോൾ കണ്ടു. അപ്പോൾ എന്നെപ്പോലെ തന്നെ അവിടുന്ന് പരിചയപ്പെട്ട ഒരു താത്തയുണ്ട്. ഭയങ്കര കൂട്ടാണ് അവരെ. ആ താത്ത എപ്പോഴും അവരെ വിളിക്കുന്നതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചേച്ചി പറഞ്ഞ ആ താത്തയ്ക്ക് സുഖമില്ല, കുറേ ദിവസം മെഡിക്കൽ കോളേജിൽ കടന്നു, എന്നിട്ട് ഇപ്പോൾ കുറവുണ്ട്, പോയി പറഞ്ഞു. അപ്പോൾ അന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താത്തേൻ്റെ വയറിനൊക്കെ ഒരു കട്ടി വെച്ച് നീര് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറെ കാട്ടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഏതൊക്കെ മരുന്ന് കൊടുത്താൽ കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളും സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല താത്ത, അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നതായിരുന്നേ. ഇന്ന് ചേച്ചി വിളിച്ചപ്പോൾ എന്നോട്, ചേച്ചി ഭയങ്കര വിഷമത്തിൽ വിളിച്ചെന്നോട് പറഞ്ഞു ആ താത്ത പോയിന്ന്. അത് കേട്ടപ്പോൾ കാര്യം പറഞ്ഞാൽ എനിക്കൊരുപാട് സങ്കടമായി. പക്ഷേ ചേച്ചീൻ്റെ മുന്നിൽ നമുക്കത് സങ്കടം കാണിക്കാൻ കഴിയില്ല. ചേച്ചിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണേലും നമ്മൾ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ തിരിച്ചു പോകണമല്ലോ അല്ലേ. എല്ലാവരും പോകാനുള്ളവരാ. അതിപ്പോൾ അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മളൊരു ദിവസം തിരിച്ചു പോകാനുള്ളവർ തന്നെയാണല്ലോ. അപ്പോൾ ആ ഇടയ്ക്ക് നമ്മൾ കുറേ പേരെ പരിചയപ്പെടും. കുറേ പേര് നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമുക്ക് മറക്കാൻ പറ്റാത്തവരായിരിക്കും. ഒരുപാട് വേദന തന്നവരുണ്ടാവും, ആ കൂടെ ഒരുപാട് സന്തോഷം തന്നവരുണ്ടാവും, നമ്മളെ ഒരുപാട് ചേർത്ത് പിടിച്ചവരുണ്ടാവും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഞാൻ ചേച്ചീനെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു, ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട. കാരണം ഈ മാസം ലാസ്റ്റ് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ളതാണ്. അവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവർ ഡ്യൂട്ടി എടുക്കാനാണ് വരുന്നത്. ഞാനും ഡ്യൂട്ടി എടുക്കുകയും വേണം. എനിക്ക് കാണിക്കേണ്ട ഡേറ്റും കൂടിയാണ്, ജൂലൈയിലാണ് എനിക്ക് അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ കാണിക്കുകയും വേണം. അങ്ങനെ പോകാൻ നിൽക്കുക. അപ്പോൾ ടെൻഷൻ കയറി വല്ല വയ്യാതെ ആയാൽ വരവ് ബുദ്ധിമുട്ടാവുമോ എന്ന് എനിക്കൊരു പേടി. കാരണം അവരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും കൂടെ കൂടി പോകുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയൊക്കെ ഉള്ളൂ. കഴിഞ്ഞ മാസം പോയി കണ്ടൊരു കുഴപ്പമില്ലാതെ ഡോക്ടറെ കാണിച്ച് പോയ താത്തയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെയൊക്കെ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ അല്ലേ. ഞാനിങ്ങനെ കടയിലിരുന്ന ആളൊന്നുമില്ല, തിരക്ക് അല്ല. അപ്പോൾ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കിങ്ങനെ ആ ഇത് ഉള്ളിലിങ്ങനെ ചേച്ചിനെ സമാധാനിപ്പിച്ചെങ്കിലും എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ വെറുതെ നിങ്ങളോടും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിന് കുറച്ചൊരു സമാധാനം ഉണ്ടാവുന്നു. അങ്ങനെ വിചാരിച്ച് വന്നതാട്ടോ. അപ്പോൾ ബൈ ബൈ.